പ്രതീക്ഷ ഇന്ന് ഈ ശബരിമല ദർശനത്തിന് ശേഷം രാഷ്ട്രപതിയുടെ മറ്റ് പരിപാടികൾ എന്തൊക്കെയാണ്? ഈ ഉച്ചപൂജയും കഴിഞ്ഞതിന് ശേഷം ഗസ്റ്റ് ഹൗസിൽ വിശ്രമിക്കും എന്നുള്ളതായിരുന്നല്ലോ പരിപാടി. അതിനുശേഷം രാത്രിയോടെ തിരുവനന്തപുരത്തേക്ക് പോകുന്നു, ഗവർണറുടെ അത്താഴ വിരുന്നിൽ പങ്കെടുക്കുന്നു. അങ്ങനെയാണോ ഇന്നത്തെ പരിപാടി? ക്രിസ്റ്റീന, അങ്ങനെയാണ്. 1 മണിക്ക് ശബരിമല നട അടയ്ക്കും. ഉച്ചപൂജയോട് കൂടിയാണ് ശബരിമല നട അടയ്ക്കുന്നത്. ഉച്ചപൂജാ ചടങ്ങിൽ ഉൾപ്പെടെ രാഷ്ട്രപതി പങ്കെടുക്കും. അതിനുശേഷമായിരിക്കും ദേവസ്വം ഗസ്റ്റ് ഹൌസിലേക്ക് രാഷ്ട്രപതി പോവുക. ഇപ്പോൾ ദേവസ്വം ഗസ്റ്റ് ഹൌസിലേക്ക് വിശ്രമത്തിനായി രാഷ്ട്രപതി പോയിട്ടുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏകദേശം 1 മണിക്കൂറോളമാണ് രാഷ്ട്രപതി ശബരിമല സന്നിധാനത്ത് ചെലവഴിക്കുന്നത്. അതിനുശേഷം ഒരു 3 മണിയോടുകൂടി രാഷ്ട്രപതി തിരുവനന്തപുരത്തേക്ക് പോകും. ഇന്ന് ഔദ്യോഗിക പരിപാടികളായി രാഷ്ട്രപതിക്ക് ഒന്നുമില്ല. തിരുവനന്തപുരത്ത് എത്തുന്ന രാഷ്ട്രപതിക്ക് ഗവർണർ ഒരുക്കുന്ന അത്താഴ വിരുന്ന് ഇന്ന് നടക്കും. അത് 150ഓളം അതിഥികളെ ക്ഷണിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അത് രാത്രിയാണ്. ആ ചടങ്ങിൽ ഇന്ന് രാഷ്ട്രപതി പങ്കെടുക്കും. അതാണ് പ്രധാനമായും ഈ ശബരിമല ദർശനത്തിനൊപ്പം ഇന്ന് രാഷ്ട്രപതി പങ്കെടുക്കുന്ന ഒരു ചടങ്ങ്. എന്തായാലും രാഷ്ട്രപതി ഇപ്പോൾ ശബരിമല ദർശനം നടത്തിയിരിക്കുന്നു. നേരത്തെ ഈ ആഗോള അയ്യപ്പ സംഗമ ദിവസമാണ് ഈ രാഷ്ട്രപതി ശബരിമലയിൽ ദർശനം നടത്തുമെന്ന ഔദ്യോഗികമായ ഒരു അറിയിപ്പ് സർക്കാർ നൽകുന്നത്. അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വി എൻ വാസവനാണ് ആഗോള അയ്യപ്പ സംഗമ വേദിയിൽ വരുന്ന തുലാമാസ പൂജയ്ക്ക് രാഷ്ട്രപതി ശബരിമലയിൽ എത്തുമെന്ന് അറിയിച്ചത്. അങ്ങനെ ആ ഒരു സമയം മുതൽ തന്നെ അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ക്രമീകരണങ്ങളും ശബരിമല സന്നിധാനത്ത് തയ്യാറാക്കിയിരുന്നു. അങ്ങനെയാണ് ഈ തുലാമാസ പൂജകൾക്കായി നട തുറന്ന് നടയടയ്ക്കുന്ന അവസാന ദിവസം രാഷ്ട്രപതി ശബരിമലയിൽ എത്തുമെന്ന അറിയിപ്പ് രാഷ്ട്രപതി ഭവനിൽ നിന്ന് ലഭിക്കുകയും 22-ാം തീയതി രാഷ്ട്രപതി ഇപ്പോൾ ശബരിമലയിൽ എത്തിയിരിക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ നേരത്തെ നിശ്ചയിച്ച അതേ സമയക്രമം പാലിച്ചുകൊണ്ട് തന്നെ രാഷ്ട്രപതിയുടെ സന്ദർശനം പൂർത്തിയാവുകയാണ്. 11:50 കൂടി തന്നെ രാഷ്ട്രപതി പമ്പയിൽ നിന്ന് ഈ സന്നിധാനത്ത് എത്തി. 18-ാം പടി കയറിയെത്തിയ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ ക്ഷേത്ര തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരാണ് സ്വീകരിച്ചത്. ആചാരപരമായി പൂർണ്ണ കുംഭം നൽകിയാണ് രാഷ്ട്രപതിയെ ക്ഷേത്ര തന്ത്രി സ്വീകരിച്ചത്. തുടർന്ന് ശ്രീകോവിലെത്തിയ രാഷ്ട്രപതി ഏറെ നേരം അവിടെ ചെലവഴിച്ചു. അയ്യപ്പനെ ഏറെ നേരം തൊഴുത ശേഷമാണ് അവിടെ നിന്ന് മടങ്ങിയത്. ശ്രീകോവിലിന് മുന്നിലെത്തിയ രാഷ്ട്രപതിയെ ക്ഷേത്ര തന്ത്രിയും ഒപ്പം ക്ഷേത്ര മേൽശാന്തിയും പ്രസാദം നൽകി. ഒപ്പം അവിടെ നിന്ന് പിന്നീട് രാഷ്ട്രപതി പോയത് മാളികപ്പുറത്തേക്കാണ്. മാളികപ്പുറം ക്ഷേത്രത്തിലും ദർശനം നടത്തിയ ശേഷമാണ് ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് വാവര് നടയിൽ രാഷ്ട്രപതി ദർശനം നടത്തുന്നതാണ്. 3 ഇടങ്ങളിലും സന്നിധാനത്തെ പ്രധാനപ്പെട്ട 3 ഇടങ്ങളിലും രാഷ്ട്രപതി ദർശനം നടത്തിയിരിക്കുന്നു. ഈ അയ്യപ്പ ദർശനം നടത്തിയ ശേഷം മാളികപ്പുറത്ത് പോയി. മാളികപ്പുറത്തും ദർശനം നടത്തിയ ശേഷം ഇപ്പോൾ ഈ വാവര് നടയിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു എത്തിയിരിക്കുകയാണ്. ഉദ്യോഗസ്ഥരുടെയും ഒപ്പം ദേവസ്വം മന്ത്രി വി എൻ വാസവനൊക്കെ തന്നെ രാഷ്ട്രപതിക്ക് ഒപ്പമുണ്ട്. അവിടെ വാവര് നടയിൽ പോയി അവിടെ അവരുമായി ആശയവിനിമയം നടത്തുകയും സംസാരിച്ചതിനും ശേഷമാണ് ഇപ്പോൾ രാഷ്ട്രപതി അവിടെ നിന്ന് മടങ്ങുന്നത്. ആ വാവര് നടയിലും തൊഴുത ശേഷമാണ് രാഷ്ട്രപതി ഇപ്പോൾ അവിടെ നിന്നും മടങ്ങുന്നത്. എന്തായാലും ഈ കൃത്യമായി ഒരു 11:50 കൂടി തന്നെ രാഷ്ട്രപതി അവിടെ എത്തുകയും അയ്യപ്പ ദർശനം പൂർത്തിയാക്കുകയും ചെയ്തു. പിന്നീട് മാളികപ്പുറത്ത് പോയി. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് വാവര് നടയിൽ ദർശനം നടത്തുന്നതാണ്. രാഷ്ട്രപതിക്കൊപ്പം രാഷ്ട്രപതിയുടെ ഈ സുരക്ഷാ ഉദ്യോഗസ്ഥരും ഒപ്പം എന്നെ കാണാനെത്തുന്നവർ വാവരെ കാണാതെ മടങ്ങില്ല. രാഷ്ട്രപതി ദ്രൗപദി മുർമുവും ആ പതിവ് തെറ്റിച്ചില്ല. വാവര് നടയിൽ ചെന്ന് അവിടെയും അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങിയാണ് ഇപ്പോൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു അവിടെ നിന്ന് തിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.